വെൽക്കം ടു റിച്ച് ചാർട്ട് ടോക്സ്. ഹായ്. അപ്പൊ നമ്മുടെ എക്സ്പയറി ഡേ ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്, ലാസ്റ്റ് ഡേ. ഇനി വീക്ക് എൻഡിങ് ആയിട്ടുള്ള ഫ്രൈഡേ ലാസ്റ്റ് ഡേ ആയിട്ട് അനാലിസിസ് തൊട്ട് നമുക്ക് പോകാം. അതിനു വേണ്ടി നമുക്ക് ഇന്നലെ നമ്മളുടെ പ്ലാൻസ് ഒന്ന് നോക്കായിരുന്നു. ആക്ച്വലി എനിക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ വെയിറ്റ് ഫോർ ദ പ്ലാൻ എ ആയിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ പ്ലാൻ എ സക്സസ് ആയില്ല. പ്ലാൻ എ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് താഴോട്ട് പോയിരുന്നു. പ്ലാൻ ബി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഇന്നലെ ആക്ച്വലി സക്സസ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. ഇറ്റ്സ് മീൻസ് ഇതിന് മുകളിൽ, അതായത് ഒന്ന് റൈസ് ചെയ്തു, ജസ്റ്റ് എടുത്ത് മാറ്റം. പ്ലാൻ ബിയില് മാർക്കറ്റ് ഓപ്പൺ ആയി, മാർക്കറ്റ് മുകളോട്ട് പോയി, നമ്മുടെ എൻട്രി ഇവിടുന്ന് ട്രിഗർ ആയി, ടാർഗറ്റ് T1 ആയിട്ടുള്ള ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് T1 ബ്രേക്ക് ചെയ്തിട്ട് ഡിസംബർ ഹൈ വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പ്ലാൻ സി എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നില്ല, പ്ലാൻ ബി ആയിരുന്നു എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നാളത്തെ ട്രേഡിങ്ങിലോട്ട് ജസ്റ്റ് നാളത്തെ ഇതിനകത്തോട്ട് പോവാം. അതിന് മുന്നേ നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യാം. നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് നാളത്തെ അനാലിസിലോട്ട് പോവാം. സോ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ മന്ത്ലി അനാലിസിലോട്ട് വരാം. മന്ത്ലി അനാലിസിസിൽ നിഫ്റ്റി മുകളിൽ തന്നെയാണ് ഉള്ളത്. സോ മന്ത്ലിയിൽ നമുക്കൊന്നും പറയാനായിട്ടില്ല. വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നാളെ വൺ ഡേ കൂടെ ഉണ്ട്. വീക്കിലി ഓൾറെഡി ലാസ്റ്റ് വീക്കിന്റെ ഒരു പകുതി വന്ന് നിൽക്കുകയാണ്. സോ വീക്കിലി നമുക്ക് നാളെ ക്ലോസ് ചെയ്യുമ്പോൾ നാളെ വീക്കിലി പറയാൻ പറ്റുള്ളൂ അടുത്ത വീക്കിലോട്ടുള്ള. സോ ഡേയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മെയിൻ പോയിന്റ്സ് നോക്കി വെക്കാനുണ്ട്. ഓക്കെ, മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ ഏപ്രിലിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി മെയിലും ട്രേഡ് ചെയ്തിട്ടുണ്ട്. ജൂണിൽ അതിന് മുകളിൽ കയറി, ബട്ട് ഏപ്രിലും മെയിലും പോലെ അല്ലാതെ ജസ്റ്റ് നിഫ്റ്റി ഒന്ന് പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട് ടെമ്പററി. സോ നമുക്ക് നാളത്തെ ട്രേഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇമ്പോർട്ടന്റ് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ഇമ്പോർട്ടന്റ് ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇത് നമ്മൾ ഡിസംബർ ഹൈ ആണ്. ഓക്കെ, ഡിസംബർ ഹൈ എന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഡിസംബർ ഹൈയിലാണ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിസംബർ ഹൈ ജസ്റ്റ് അതൊരു അതിന്റെ ജസ്റ്റ് ആ ഒരു ഡിസംബർ ഹൈ ആ രണ്ട് ക്യാൻഡിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, സോൺ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം ഡിസംബർ ഹൈയിലാണെന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് വെച്ചിട്ടില്ല. നമുക്ക് അതല്ല വേണ്ടത്. ആക്ച്വലി നമുക്കിപ്പോ ഇന്നത്തെ ഡേയിലായിട്ടുള്ള ഡിസംബർ ഹൈയും നമ്മുടെ ഡേ ഹൈ ആയിട്ടുള്ള, അതായത് നിഫ്റ്റിയുടെ ഹൈ ആയിട്ടുള്ള ഹൈയും ലോയും നമുക്ക് രണ്ടും മാർക്ക് ചെയ്ത് വെക്കാം. ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. സോ നമ്മൾ ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് 15 മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ, 15 മിനിറ്റ്സ് അനാലിസിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ആക്ച്വലി ഇത് നമ്മുടെ ഒരു മേജർ സപ്പോർട്ട് ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ 25,050 ഇത് നമ്മുടെ മേജർ സപ്പോർട്ട് ആയിരുന്നു നിഫ്റ്റിയുടെ. നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിഫ്റ്റി നമ്മുടെ 25,000 എന്നുള്ള ആ ഏരിയയും ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി താഴോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ. സോ ഇതെല്ലാം നമ്മുടെ മേജർ ലെവൽസ് ആണ്. ഈ 25,200 ആൻഡ് 25,100 ഏരിയ ആൻഡ് 25,000 ഇതെല്ലാം നമ്മുടെ മേജർ ലെവൽസ് ആണ്. ലാസ്റ്റ് ഈ ഹൈ ഉണ്ടാക്കിയ സ്വിംഗ് ലോ ഇതായിരുന്നു. നിഫ്റ്റി ഈ സ്വിംഗ് ലോയും ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി താഴോട്ട് വന്നിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഡിസംബർ ഹൈ ആണ്. ഡിസംബർ ഹൈയുടെ താഴെയുള്ള ഒരു മേജർ സപ്പോർട്ട്. ഡിസംബർ ഹൈ നമുക്കൊന്നും കൂടെ ഒന്ന് ചെറുതാക്കാം. ഡേയിലോട്ട് പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെറുതാക്കാം. ഓക്കെ 1 അവറിലോട്ട് വരാം. ഓക്കെ, 1 അവർ 50 മിനിറ്റ്സിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, 1 അവറിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ബിഗ് മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത് ഈ ഒരു സർട്ടൻ ഏരിയ എന്നാണ് അല്ലെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു സർട്ടൻ ഏരിയയിലാണ് കണ്ടോ, ഈ ഒരു ഏരിയ. അപ്പൊ ഇത് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റി നാളെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് മേജർ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇത് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടാണ്. 1 അവർ നമ്മുടെ എല്ലാം മെയിൻ സപ്പോർട്ട് വരയ്ക്കാം. ഇത് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, സോ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട്സ് എല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. 15 മിനിറ്റ്സിലോട്ട് വരാം, എന്നിട്ട് അനലൈസ് ചെയ്യാം. സോ നാളെ നിഫ്റ്റിയുടെ പ്ലാൻ
സോ ഇതിന് മുന്നേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നിഫ്റ്റി ഒരു നല്ല ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ മുന്നിൽ പ്ലാൻസ് ലാസ്റ്റ് പ്ലാൻ ചെയ്തുള്ള ABC നമുക്ക് പ്ലാൻ ചെയ്യാം. സോ നമുക്ക് ഇതിന്റെ താഴെ, അതായത് നിഫ്റ്റി നാളെ ഒന്ന് റേസ് ചെയ്തിട്ട് ഇവിടെ പോയി റെസിസ്റ്റൻസ് എടുത്തിട്ട് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ, see, this is the plan A for us. Plan A. This is plan A. നമ്മുടെ എൻട്രി ഇവിടുന്ന് ട്രിഗർ ആവും. ടാർഗറ്റ് T1 ഇതാണ് നമ്മുടെ T1 ഇത്. ഓക്കെ, ട്രailing സ്റ്റോപ്പ് ലോസ് ചെയ്യുക T2 ഇത്. ഓക്കെ, ദിസ് ഇസ് T1 and T2 for sell on the rise concept. സോ നിഫ്റ്റി നാളെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നിഫ്റ്റി നിഫ്റ്റി ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ നമുക്കൊരു അപ്പ് മൂവ്മെന്റ് ഉണ്ടാകത്തില്ല. പ്ലാൻ ബി നിഫ്റ്റി ബ്രേക്ക് ലെവൽ, ദിസ് ഇസ് ദ പ്ലാൻ ബി. സോ പ്ലാൻ ബി, നമ്മുടെ പ്ലാൻ ബി ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് റെസിസ്റ്റൻസ് കാണിച്ചിട്ട് താഴോട്ട് വരിക. സോ നമ്മുടെ ടാർഗറ്റ് 2 നമ്മുടെ ടാർഗറ്റ് 1 ആയിട്ട് മാറും. പ്ലാൻ സി എന്താന്ന് വെച്ചാൽ, പ്ലാൻ സി നാളെ നിഫ്റ്റി ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മൊമെന്റ് മുകളിലെടുത്ത് തരികയാണെങ്കിൽ പ്ലാൻ സി ഇതായിരിക്കും. സോ ഇതിനുള്ള ചാൻസ് വളരെ കുറവാണ്, എന്നാലും മാർക്കറ്റ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ ദിസ് ആർ പ്ലാൻ സി ഫോർ നിഫ്റ്റി. ഓക്കെ, സോ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. സോ ഈ ഒരു ഏരിയ നമ്മൾ നാളെ ട്രേഡ് ചെയ്യുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഏരിയ ആണ്. മീൻസ് ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വന്നത് ഈ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിഫ്റ്റിക്ക് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും, അതായത് മേജർ ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇവിടെ വന്നിട്ട് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാൻ, അതായത് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു സൈഡ് വേസിൽ പോകാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. സോ നിഫ്റ്റി ഈ ഒരു ഏരിയ നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി ഷോർട്ട് ടൈമിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ്, ഒരു ബിയറിഷ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലോ. ഓക്കെ, നിഫ്റ്റി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിഫ്റ്റി പുൾ ബാക്ക് എടുത്തു, ഹൈ ലോ ലോവർ ഹൈ. സോ അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി നമുക്ക് ഇതും കൂടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. സോ നമുക്ക് ക്ലിയർലി ഇവിടെ കാണുന്നത് ഞാൻ ഇതിൻ്റെ അടുത്ത് മാറ്റാം. സോ നമുക്ക് ക്ലിയർലി ഇവിടെ കാണുന്നുണ്ട് നിഫ്റ്റി ഒരു ബിയറിഷ് സെന്റിമെന്റ്സിൽ ഷോർട്ട് ടൈമിൽ വന്നിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ഹൈ. ആ ഒരു പാറ്റേൺ നിഫ്റ്റി പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് താഴോട്ട് ലോ ഉണ്ടാക്കി, ലോവർ ഹൈ ഉണ്ടാക്കി, പിന്നെ അതിന്റെ താഴെ ലോവർ ലോ, ലോവർ ഹൈ, വലിയൊരു ഫാള് വന്നു, ലോവർ ലോ, ലോവർ ഹൈ. സോ നിഫ്റ്റി ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ, അപ്പൊ നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് മുകളിൽ ട്രേഡ് ഇല്ല. സോ നിഫ്റ്റി ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിൽ കാണിക്കുകയാണെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നിഫ്റ്റി നേരെ വന്നിട്ട് ഈ ലോയിൽ തന്നെ പിന്നെയും ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ താഴോട്ടുള്ള ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് പ്ലാൻ ചെയ്ത് വരച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്താണ്, നിങ്ങളും മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പ്ലാൻ സെറ്റപ്പ് ഉണ്ടാക്കി വെക്കുക. സോ മാർക്കറ്റിൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പം ഞാൻ ഇത് പ്ലാൻ ചെയ്തൊക്കെ വെച്ചാലും സൈക്കോളജിക്കൽ ലെവലിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്കും ചെയ്യും. ഞാനും ചെയ്യാറുണ്ട് ഒബ്വിയസ്ലി.
സോ ആഫ്റ്റർ മാർക്കറ്റും ബിഫോർ ലൈവ് മാർക്കറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ നമ്മൾ ഇത് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള താഴോട്ടുള്ള ട്രേഡൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുത്തു വെക്കാൻ കഴിയും. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പിന്നെ എല്ലാവരും ദിവസവും ഒരു ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഞാനും ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഒരു ട്രേഡിൽ കൂടുതൽ ട്രേഡ് എടുത്തിട്ട് ലോസിലോട്ട് പോകുന്നത്. സോ നമ്മളെല്ലാവരും ഒരു ട്രേഡ് എടുക്കാൻ മാക്സിമം സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ലോസ് എവിടുന്ന് വേണം, എവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങേണ്ടത്, ഏതാണ് നമ്മുടെ റീസെന്റ് ലോ, എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ, എന്താണെന്ന്. ഇതാണ് നമ്മുടെ മുന്നിൽ, അതാണ് ഞാൻ ഇന്ന് ഇത് വരച്ചു വെച്ചത്. ഇത് എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഞാൻ പറയുമ്പോൾ ഇതിലൂടെ ഞാൻ ഒരുപാട് ലേൺ ചെയ്യാറുണ്ട്. സോ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം. നിഫ്റ്റി ഇവിടുന്ന് തന്നെ നിഫ്റ്റി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് ഒരു സൈഡ് വേസിൽ നിഫ്റ്റി മൂവ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് നിഫ്റ്റി താഴോട്ട് വീണു. നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് നല്ല വിഷ്വലായിട്ട് കാണുന്നുണ്ട്. നിഫ്റ്റി പ്രോപ്പറായിട്ട് ഒരു മാർക്കറ്റ് നമ്മളോട് താഴോട്ട് വീഴാൻ പോവാന്ന് പറഞ്ഞു തന്നിട്ടാണ് താഴോട്ട് വീണിട്ടുള്ളത് അല്ലെ. നിഫ്റ്റി നേരെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു, ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു, ഇവിടെ ആ ഒരു ലോ, ഒരു ഹൈ ഉണ്ടാക്കി സ്മോൾ ടൈം ഫ്രെയിമിൽ ആ ലോ ബ്രേക്ക് ചെയ്തു. നമുക്ക് ഇവിടുന്ന് എൻട്രി ട്രിഗർ ചെയ്താൽ പോലും നമുക്ക് ഈ ഒരു ലോ നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റിലാണ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുള്ളത്. സോ നാളെയും സെയിം ഇത് തന്നെ പ്ലാൻ. മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെല് ചെയ്യും, ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെക്കും. അതല്ല ഗ്യാപ്പ് ഡൗണിലാണ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഇവിടെ വരെ പോയില്ല, വെയിറ്റ് ചെയ്യും. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യും, ടാർഗറ്റ് 1 ആയിട്ട് ഇത് വെക്കും. അതല്ല ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടി, ഈ ഒരു മൂവ്മെന്റ് പോലെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ടാർഗറ്റ് 1 ടാർഗറ്റ് 2 വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ.